കഴിഞ്ഞ വർഷം ഒക്ടോബർ പകുതിയായപ്പോൾ ഒരു കുഞ്ഞു ചേന വാങ്ങിച്ച് ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അത് മുളച്ചൊന്നുമില്ല. അപ്പം ഞാനതിനെപ്പറ്റി മറന്നും പോയി. കാലം കുറേ ആയല്ലോ, അത് ചീഞ്ഞു പോയിണ്ടാവുമെന്ന് കരുതി. പക്ഷേ ചേന അങ്ങനെ ചീയില്ല എന്നുള്ളത് എനിക്ക് ചെറുപ്പത്തിൽ അനുഭവം ഉണ്ട്. ഇപ്പോൾ ഇതാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി ഉണ്ടായത് കാരണം കുറച്ച് മഴ കിട്ടി. നല്ല മഴയായിരുന്നു മിക്ക ദിവസവും ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പുതുമഴയായിട്ട് ചേനയുടെ വിത്ത് കരുതി കാണും എന്ന് ഞാൻ വിചാരിക്കണം. ഇതിന് മുമ്പും കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പലതവണ, അന്നൊന്നും മുളച്ചിട്ടില്ല. പക്ഷേ ഈ മഴ ഒരു പക്ഷേ പുതുമഴയായിട്ട് കണക്കൂട്ടി ഇതാ മുളച്ച് വന്നിരിക്കണം. സാധാരണ ചേന മഴക്കാലമാകുമ്പോഴാണല്ലോ മുളച്ച് വരാറ്. കഴിഞ്ഞ കൊല്ലം നട്ട ചേനയുടെ വിത്ത് കഷ്ണം എന്തെങ്കിലുമൊക്കെ മണ്ണിലുണ്ടെങ്കിൽ മുളച്ച് വരണ കണ്ടിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും കാട്ടുചേനയൊക്കെ പോലെയുള്ളത് കാണാറുണ്ട്. അത് ഒറിജിനൽ ചേനയാണോ ഇല്ലയെന്ന് അറിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പണ്ട് കാലത്ത് നാട്ടിൻപുറത്തൊക്കെ വേലിക്കലും സൈഡിലൊക്കെ ഇങ്ങനെ ചേന പോലത്തെ ചെടികൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ കാട്ടുചേനയാണെന്നാണ് പറയാറ്, കഴിക്കാറുമില്ല. അതിന് വല്ലവരും കൊണ്ടിട്ട ചേനയുടെ കഷ്ണം മുളച്ച് വരണാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇതൊരു നല്ല രസമായി. ഇത്രയും കാലം കഴിഞ്ഞിട്ട് 4.5 മാസം കഴിഞ്ഞിട്ടുണ്ട് മുളച്ച് വന്നിരിക്കുന്നു. അപ്പോൾ മുമ്പ് പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. കുറേ നാളായി ഇവിടെ അടുത്തുള്ള മാളിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഒരു ചെറിയ ചേന കിട്ടുമെന്ന് നോക്കും. മിക്കവാറും അവിടെ ഇതിൻ്റെ ഒരു 4-5 ഇരട്ടി വീതിയും ഒരുപാട് തൂക്കമുള്ള ചേനകളായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ മുറിച്ച് വെച്ച ചേനകളും കാണാറുണ്ട്. പക്ഷേ മുറിച്ച് വെച്ച ചേന നോക്കുമ്പോൾ അതിൻ്റെ ആ നടുക്കിലത്തെ ഭാഗമല്ലേ, അതിന് നിങ്ങൾ കണ്ണെന്നാണ് പറയുക. കണ്ണ് കറക്റ്റായിട്ട് ഉള്ള ചേന ഉണ്ടെങ്കിൽ മാത്രമേ അത് നട്ടാൽ വളരുള്ളൂ എന്നാണ് പഴയ അനുഭവം. ചെറുപ്പത്തിലെ കാര്യമാണേ. അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ വലിയ ചേന മുറിച്ചിട്ട് ചെറിയ പീസായിട്ട് നടാറുണ്ട്. പക്ഷേ ആ സെൻട്രൽ ഭാഗം ഉള്ള തരത്തിലാണ് നടുക. പക്ഷെ ചിലപ്പോൾ മാളുകളിലൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന പീസിൽ ആ ഭാഗം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കുറേ നാൾ തിരഞ്ഞിട്ട് ഇന്നലെയാണ് ഒരെണ്ണം കണ്ടു കിട്ടിയത്. ചെറുതാണ്, വളരെ ചെറുതാണ്. ഏകദേശം 10 സെൻറ്റിമീറ്ററേ ഉള്ളൂ നീളം എന്ന് പറയാം. വീതി അതിലും കുറവാണ്. അപ്പോൾ ഒരു ചെറിയ ചേന കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. വേഗം കൊണ്ടുവന്ന് ഇവിടെ ഒരു 23 ഇഞ്ച് ചെടിച്ചട്ടി ഉണ്ട്. അതിലൊരുപാട് വേറെ ചെടികളുണ്ട്. തക്കാളി, മുളക്, വെള്ളരി എല്ലാം അതിൽ തന്നെ വളരുന്നുണ്ട്. അറിയാലോ, സ്ഥല പരിമിതി കാരണമുള്ള സൂത്രങ്ങളാണ്. ചിലതൊക്കെ നന്നാവും, ചിലത് നന്നാവില്ല. മുളക് കണ്ടില്ലേ, കേടായിട്ടാണ് നിൽക്കുന്നത്. 2-3 മുളക് തൈകളുണ്ട് അതിൽ. അതൊക്കെ കേടാം, ഒരു ഉപയോഗമില്ല. വെള്ളരി പക്ഷേ ഈ വ്യൂവിൽ വന്നിട്ടില്ല, കുറച്ചും കൂടെ അപ്പുറത്തേക്കാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും പരീക്ഷണം വെള്ളരി അതാ കണ്ടല്ലോ. അപ്പോൾ പരീക്ഷണം തുടങ്ങുകയാണ്. ഒരു മൺകോരി കൊണ്ട് ചെറിയ കുഴി ഉണ്ടാക്കി. ഇതിലിപ്പോൾ പോട്ടിംഗ് മിക്സും ചാണകപ്പൊടിയൊക്കെയാണുള്ളത്. അപ്പോൾ അവിടെ വെച്ചു. ഇനി അതിൽ മുകളിൽ മണ്ണിട്ട് കൊടുത്ത് ഇനി കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും. എത്ര കാലം പിടിക്കുന്നൊന്നും എനിക്കറിയില്ല. പഴയ ഓർമ്മകളൊക്കെ മറന്നുപോയി. പിന്നെ സീസണും ഇതാണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ മഴക്കാലത്ത്, അതായത് കാലവർഷം തുടങ്ങുന്ന കാലത്താണ് പലപ്പോഴും പഴയ ചേന ഉണ്ടെങ്കിൽ മുളച്ച് വരണമൊക്കെ കണ്ടിരിക്കുന്നത്. പറമ്പുകളിലൊക്കെ വഴിയിലൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് വലിയ ചേന ഇങ്ങനെ ഉണ്ടായി ചെടി കാണാം. അപ്പോൾ ഇതിപ്പോൾ വൈകിട്ടാണ്, ഒക്ടോബർ പകുതി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് ചേന നടന്ന സീസൺ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കാലവർഷം വരെ ഇത് മുളയ്ക്കാൻ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് അറിയില്ല.